ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിച്ചു. അതേ സെയിം സംഭവം തന്നെയാണ് ഡു വൈലിലും വരുന്നത്. ചെറിയ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതും ഈ പ്രോഗ്രാം ആദ്യമായിട്ട് റൺ ചെയ്യുമ്പോൾ ഉള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഈ വൈലും ഡു വൈലും ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മുടെ സാധാരണ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സാമ്പിൾ സിൻറ്റാക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം വൈൽ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് കണ്ടീഷൻ കൊടുത്തിരിക്കും. ഇത് ട്രൂ ആണോ അല്ലയോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യും. ഈ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങി ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണ് എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണോ ഫാൾസോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ് ഇത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ആദ്യമേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഒരു തവണ പോലും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തില്ല, അത് മൊത്തം അങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കണത്തോളം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് ഈ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. അതാണ് ഈ സാധാരണയുള്ള വൈലിൻ്റെ ഒരു എക്സിക്യൂഷൻ രീതി എന്ന് പറയുന്നത്. പക്ഷേ ഡു വൈലിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഇവിടെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. നമ്മളിവിടെ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒരു ഡു എന്ന് പറഞ്ഞ് വേർഡ് എഴുതും. എന്നിട്ട് അടുത്ത ലൈനിൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ലൂപ്പ് ബോഡിയിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ടാണ് വൈലെന്ന് എഴുതിയിട്ട് ഈ ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ എഴുതിയിട്ട് ഇവിടെ സെമി കോളനും കൂടെ ഇടുന്നുണ്ട്. ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ സെമി കോളൻ ഇടുന്നില്ല, പക്ഷേ ഇവിടെ സെമി കോളൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡു വൈലിൻ്റെ സിൻറ്റാക്സ് അങ്ങനെയാണ്. അപ്പോൾ ഡു എന്ന് എഴുതി അടുത്ത ലൈനിൽ ഈ കേർലി ബ്രാക്കറ്റ് ഇട്ട് ഈ ലൂപ്പ് ബോഡിയിൽ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നോ രണ്ടോ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നോ അതേ ഓർഡറിൽ എഴുതുക. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ വൈലെന്ന് എഴുതി ടെസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ട് സെമി കോളനും കൂടെ ഇടുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ അത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതാണ് ഇതിൻ്റെ രീതി. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഈ സാധാരണയുള്ള വൈൽ ലൂപ്പിലാണെങ്കിൽ ആദ്യമേ തന്നെ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണ് എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിലെങ്ങനെയാണെങ്കിൽ ആദ്യമേ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ആദ്യമേ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ആദ്യമേ എക്സിക്യൂട്ട് ചെയ്ത് ആദ്യമേ തന്നെ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങും. അപ്പോഴും ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ പോലും അത് ആൾറെഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടായിരിക്കും അത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്, ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതായത് ഇത് ഒരു തവണ നമ്മൾ മിനിമം നമ്പർ ഓഫ് ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0 എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ അപ്പം തന്നെ ഇത് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്തില്ല. നിർബന്ധമായും ഒരു തവണ ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഫാൾസ് ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് പുറത്തിറങ്ങും. അപ്പോൾ ഇതിൽ മിനിമം നമ്പർ ഓഫ് ടൈംസ് ഒരു പ്രോഗ്രാമിൽ ഈ വൈൽ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മിനിമം 0 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തെന്ന് വരാം. അതായത് ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വരാം. കാരണം ആദ്യമേ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. പക്ഷേ ഇതിലാണെങ്കിൽ നിർബന്ധമായും ഒരു തവണയെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. മിനിമം ഒരു തവണയെങ്കിലും ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. എന്നിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. ഇത് ചില സിറ്റുവേഷനിൽ മാത്രമേ ഇങ്ങനെ ഒരു ഡു വൈൽ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാറുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ആദ്യത്തെ സ്റ്റെപ്പിലുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള എക്സിക്യൂഷൻ എല്ലാം രണ്ടിനും ഒരേപോലെ തന്നെയാണ്. കണ്ടീഷൻ ട്രൂ ആവുന്നെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ഫാൾസ് ആകുമ്പം ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതേപോലെ തന്നെയാണ് ഇതിൽ കണ്ടീഷൻ ട്രൂ ആവുന്നെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ഫാൾസ് ആവണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ എക്സിക്യൂഷനിൽ മാത്രമേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് രണ്ടും സെയിം എക്സിക്യൂഷൻ തന്നെയാണ്.
അപ്പോൾ ചില സിനാരിയോസിൽ ഇങ്ങനെ നിർബന്ധമായും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണം, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ, അത് റെയറായിട്ടേ വരാറുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ സാധാരണ ഡു വൈൽ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാറുള്ളൂ. സാധാരണ ഈ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാംസ് എല്ലാം ഡു വൈൽ ഉപയോഗിച്ച് എഴുതാനൊക്കെ ഏകദേശം അല്ല, നോട്ട് 100%, എന്നാലും മെജോറിറ്റിയും ഡു വൈൽ ഉപയോഗിച്ചും ചെയ്യാനൊക്കെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്നാൽ ചില പ്രോഗ്രാംസ് വൈൽ ഉപയോഗിച്ചല്ല ഡു വൈൽ ഉപയോഗിച്ച് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് നമുക്ക് ലോജിക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഇത് ഡു വൈൽ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. നിർബന്ധമായും ഒരു തവണ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാവൂ എന്നൊരു ലോജിക്ക് നമുക്ക് വരും. ആ സമയത്ത് മാത്രമേ ഡു വൈൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്ത് തന്നിരിക്കും പ്രോഗ്രാം യൂസിങ് ഡു വൈൽ എന്ന് എടുത്ത് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡു വൈൽ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഈ ഡു വൈൽ എന്ന് പറയുന്നത് സാധാരണ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന കാറ്റഗറിയിൽ വരുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നോ അതോ ഇതിൽ നിന്ന് പുറത്തിറങ്ങണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ വൈൽ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പും ഡു എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും ആണ് എന്നാണ് പറയുന്നത്. അപ്പം വൈൽ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം. അപ്പം തുടക്കത്തിലുള്ള വ്യത്യാസം മാത്രമേ സത്യം പറഞ്ഞാൽ ഈ രണ്ട് തമ്മിലുള്ളൂ. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടിനും ഒരേ എക്സിക്യൂഷൻ തന്നെയാണ്. അതാണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഈ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാം എഴുതാം. ഇത് ആക്ച്വലി വൈൽ ഉപയോഗിച്ച് തന്നെ പ്രോഗ്രാം എഴുതാവുന്നതേ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ലോജിക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയായിട്ട് നമുക്ക് ഡു വൈൽ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രോഗ്രാമാണ്. ഇതെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻറ്റ് ചെയ്യാനുള്ള, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമുക്ക് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് വേണ്ടതെങ്കിൽ ആദ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പം ചോദിക്കും ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് വേണ്ടത് എന്നിവിടെ ചോദിക്കും. എൻ്റർ എ നമ്പർ ടു ഷോ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. നമ്മളിവിടെ 5 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 ഈസ് ഷോൺ ബിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അപ് ടു 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 5 × 1 = 5, 5 × 2 = 10, 5 × 3 = 15 എന്ന് പറഞ്ഞുകൊണ്ട് അപ് ടു 10 വരെയുള്ള 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സംഭവം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ 10 തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് %d 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 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ %d ആണ് ഈ 5 എന്ന് പറഞ്ഞു വരുന്നത്. ഈ %d ആണ് ഈ 1 എന്ന് പറഞ്ഞു വന്നത്. എന്നിട്ട് ഈ %d ആണ് 5 എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മളിവിടെ കൊടുത്തിരുന്നത്. എന്നിട്ട് ഇവിടെ \n കൂടെ ഉണ്ട്, നെക്സ്റ്റ് ലൈനിൽ വരാനായിട്ട് \n കൂടെ ഉണ്ട്. ഈ ആദ്യത്തെ %d റെപ്രസെൻറ്റ് ചെയ്യുന്ന n-നെയാണ്. നമ്മൾ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എല്ലാം 555 എന്നാണ് ഡിസ്പ്ലേ ചെയ്ത് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് n എന്ന ടേം ഇവിടെ കൊടുത്തത്. രണ്ടാമത്തെ %d എന്ന് പറഞ്ഞാൽ ഇവിടെ i എന്നാണ് കൊടുത്തിരുന്നത്. i എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ i = 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇനിഷ്യലൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന വേരിയബിൾ. അതാണ് ഇവിടെ 1, 2, 3, 4 ഓരോ സ്റ്റേജ് കഴിയും തോറും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് 1 i വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 2 ആവും, വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 3 ആവും. അതിങ്ങനെ 10 വരെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ %d എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ്, ഇതിൻ്റെയും തമ്മിലുള്ള പ്രോഡക്റ്റ് കിട്ടാനാണ് ഈ %d എന്ന് പറഞ്ഞാൽ ഇവിടെ n × i എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ n-ൻ്റെയും i-യുടെയും വാല്യൂ തമ്മിൽ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴേക്കും ഈ %d-യുടെ വാല്യൂയും കിട്ടും. അങ്ങനെ ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് 10 തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ 10 തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ലൈൻ വരാനായിട്ട് ഇവിടെ \n കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വൈൽ ഉപയോഗിച്ച് ചെയ്യാം, വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാം, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാം. നമ്മളിവിടെ അതിനെ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ ഒന്ന് കാണിക്കാനായിട്ട് ഡു വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മളിവിടെ കാണിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം n എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കൂടെ i എന്ന് പറഞ്ഞ വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് എൻ്റർ എ നമ്പർ ടു ഷോ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ ഒരു വാല്യൂ നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 ഈസ് ഷോൺ ബിലോ എന്ന് പറഞ്ഞ് ആ ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് അടുത്ത ലൈൻ മുതലാണ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. 10 വരെ വരേണ്ടതാണ്, ഞാൻ അവിടെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. 6 വരെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ 10 വരെയുള്ള അത് നമ്പേഴ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം.
അപ്പോൾ ആദ്യം ഡു എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡു എന്ന് കൊടുത്തതുകൊണ്ട് ഇവിടെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യത്തില്ല. ആദ്യമേ തന്നെ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് അത് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 5 × 1 = 5 എന്ന ആ സംഭവം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് ഐയുടെ വാല്യൂ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഐയുടെ വാല്യൂ ഇനിഷ്യലി ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആക്കുന്നു. എന്നിട്ടാണ് ഐയുടെ വാല്യൂ <= 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഐയുടെ വാല്യൂ അപ് ടു 10 വരെ പോകാൻ പാടുള്ളൂ. അപ് ടു 10, അതായത് 1 to 10 വരെയാണ് ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അപ് ടു 10 വാല്യൂസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ 10 വാല്യൂസാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ അതുകൊണ്ട് ഐ എന്ന് പറയുന്നത് <= 10 എന്ന് കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണോ ഐയുടെ വാല്യൂ <10 ആവുന്നത് അവിടെ വെച്ച് ഈ വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പം ഐയുടെ വാല്യൂ 1 ആയിരുന്നു, അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആക്കി, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. കാരണം ഐ എന്ന് പറയുന്ന വാല്യൂ 2 ആണ്, അത് <10 ആണ്. അതുകൊണ്ട് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. അതുകൊണ്ട് ഈ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതും ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആവുന്നു. എന്നിട്ട് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും അത് ട്രൂ തന്നെയാണ്. അതുകൊണ്ട് പിന്നെയും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഈ ഐയുടെ വാല്യൂ 10 ആവുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്ത് 10 ആവുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് 10 ആവുമ്പോഴും ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരുന്നു. ഇത് ഐ <= 10 ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഐയുടെ വാല്യൂ 10 ആവുമ്പോഴും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. അതുകൊണ്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇത് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ആവുന്നു. അപ്പം ഐയുടെ വാല്യൂ ആ സമയത്ത് 10 ആണ് നിൽക്കുന്നത്. അപ്പോൾ 10 × 5 = 50 എന്ന് പറയുന്ന ആ ഒരു ലൈനും കൂടെ ആ സമയത്ത് ഡിസ്പ്ലേ ആവും. അവസാനം ഐയുടെ വാല്യൂ 10 ആയിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു ലൈനും കൂടെ ഡിസ്പ്ലേ ആവുന്നത്. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 11 ആക്കുന്നു. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. ഐയുടെ വാല്യൂ 11 ആകുമ്പോഴത്തേക്കും <10 ആയി. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി റിട്ടേൺ 0 എന്നത് എക്സിക്യൂട്ട് ചെയ്ത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡു വൈലിന് എക്സാമ്പിൾ. ഇത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം, വൈൽ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം. ഞാൻ ഇവിടെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഡു വൈൽ ഉപയോഗിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഡു വൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിമം ഒരു തവണയെങ്കിലും ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആകുന്നുവെങ്കിൽ പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എപ്പോഴാണോ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങുന്നു. ഇതാണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.